ശബരിമലയിലെ യുവതീ പ്രവേശന ഹർജികളിലെ 9 ബെഞ്ചിന്റെ വാദം ഏപ്രിൽ 7-ന് ആരംഭിക്കും. മാർച്ച് 15-ന് മുൻപ് ബന്ധപ്പെട്ട കക്ഷികൾ വാദം എഴുതി നൽകണം. ഏപ്രിൽ 22-ന് വാദം പൂർത്തിയാകും. ഇത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും ശരിയാണെന്നതൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. യുവതീ പ്രവേശന ഹർജികളിലെ 9 ബെഞ്ചിന്റെ വാദം ഏപ്രിൽ 7-നാണ് ആരംഭിക്കുക. മാർച്ച് 14-ന്, അതായത് മാർച്ച് 15-ന് മുൻപ് തന്നെ ബന്ധപ്പെട്ട കക്ഷികൾ വാദം എഴുതി നൽകണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോടതിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നന്ദൻ? സുരേഷ്, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കല്ലും അതേപോലെ തന്നെ പതിരും തിരിക്കണമെന്നുള്ളതാണ് പ്രധാനമായും സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നത്. ഇതിനായി ഇന്നിപ്പോൾ ഏതാണ്ട് 67 കേസുകൾ, ശബരിമല യുവതീ പ്രവേശനമടക്കം 67 കേസുകൾ, ഈ സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യവും മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട കേസ് ഇന്നിപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചപ്പോഴാണ് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ചില തീയതികൾ അടക്കം സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം മാർച്ച് 14-ആണ്. മാർച്ച് 14-നകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കക്ഷികളൊക്കെ തന്നെ ഈ കേസിന്റെ നിലപാടുകൾ, അവരവരുടെ നിലപാടുകൾ വ്യക്തമാക്കണം എന്നുള്ളത് കോടതി അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനും എന്താണ് തങ്ങളുടെ നിലപാട് എന്നുള്ളത് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസികളുടെ, കോടാനുകോടി വിശ്വാസികളുടെ വിശ്വാസത്തോടൊപ്പം അതിനെ എതിർക്കുന്നു എന്നുള്ളത് സർക്കാരിന് സ്വാഭാവികമായും മാർച്ച് 14-ന് തന്നെ എഴുതി നൽകേണ്ട സാഹചര്യമുണ്ട്. ഏപ്രിൽ 7-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ഈ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ, അതായത് 2018 സുപ്രീം കോടതി വിധിയെ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ വാദങ്ങൾ നിരത്തുവാനുള്ള അവസരമാണ് 7 മുതൽ 9 വരെ. 14 മുതൽ 16 വരെ, ഏപ്രിൽ 14 മുതൽ 16 വരെ അതിനെ എതിർക്കുന്നവരുടെ, അതായത് പുനഃപരിശോധന ഹർജി വേണ്ട എന്ന് ആവശ്യപ്പെടുന്നവരുടെ വാദങ്ങൾ നിരത്തുവാനുള്ള അവസരമാണ്. സ്വാഭാവികമായും സർക്കാർ ആ ഗണത്തിലാണ്, അതായത് ഈ പുനഃപരിശോധന ഹർജി വേണ്ട എന്നായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. സ്വാഭാവികമായി സർക്കാരിൻ്റെ വാദമുഖങ്ങൾ നിരത്തുവാൻ വേണ്ടി 14 മുതൽ 16 വരെ അവസരമുണ്ട്. 21-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് അമിക്കസ് ക്യൂറി കെ പരമേശ്വരന്റെ വാദമുഖങ്ങൾ നിരത്തുവാനുള്ള അവസരമാണ്. മാത്രമല്ല എതിർ വാദമുഖങ്ങളും നിരത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ എതിർ സത്യവാങ്മൂലം നൽകുവാൻ വേണ്ടി 21-ന് അവസരമുണ്ട്. 22-ാം തീയതി, ഏപ്രിൽ 22-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട കേസ് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ വാദം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി പ്രധാനമായും നിരീക്ഷിച്ചിരിക്കുന്നത്. ഇതിനായി 9 അംഗ ബെഞ്ച് പ്രത്യേക ഉത്തരവിലൂടെ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുന്നതാണ്. ആ 9 അംഗ ബെഞ്ചിൽ ഇപ്പോൾ താനല്ലാതെ മറ്റാരും ആ ബെഞ്ചിൽ ഉണ്ടാകില്ല. അതായത് ഇപ്പോൾ ബെഞ്ചിലുണ്ടാകുന്ന 3 അംഗ ബെഞ്ചിലുള്ള ആരും തന്നെ ആ 9 അംഗ ബെഞ്ചിൽ ഉണ്ടാകില്ല എന്നുള്ളതും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഏതായാലും സർക്കാരിൻ്റെ നിലപാടാണ് ഈ വിഷയത്തിൽ നിർണായകമാകാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സുപ്രീം കോടതിയിൽ ഈ കേസുമായി കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ഒരു സീനിയർ അഭിഭാഷകനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിശ്ചയിക്കാൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന നിലയിൽ ഒരു പേര് അവിടെ ഉയർന്നു വരികയും, എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചിലപ്പോൾ നിലപാട് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകുമെന്നുള്ളത് അവിടെ സുപ്രീം കോടതി സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിൽ അവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ നിയമമന്ത്രി പി രാജീവ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ പ്രതികൂലിക്കൂ എന്നുള്ളത് അത് സ്വാഭാവികമായും അത് CPM-നെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഏത് രീതിയിലാണ് സുപ്രീം കോടതിയിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് CPM കണക്ക് കൂട്ടുന്നത് കാര്യമായ പ്രതികരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നിലപാട് മയപ്പെടുത്തി, അല്ലെങ്കിൽ ഇത്തരമൊരു നിലപാട് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അറിയിക്കേണ്ട എന്നുള്ളൊരു തരത്തിലേക്കാണ് CPM പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് യുവതീ പ്രവേശനത്തെ ഇപ്പോഴും നിലവിലും CPM അനുകൂലിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ അത് ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ എന്ന വിധം അത് പൊതുസമൂഹം അത് ചർച്ചയാക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് CPM നേതാക്കളടക്കം. നന്ദൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പിണറായി സർക്കാരിന്റെ നിലപാട് അത് ഏത് തരത്തിലായിരിക്കും സുപ്രീം കോടതിയിൽ എന്നത് ശ്രദ്ധേയമാണ്. അത് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നതും, അല്ലേ? അതെ, തീർച്ചയായും.